ലാൽ സലാം ഖലീഫ മൂന്നാം ദിന കളക്ഷനിലേക്ക് കടന്നു വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യ ദിനം 13,17,00,000 രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞതെങ്കിൽ രണ്ടാം ദിനം 7,10,00,000 രൂപയോളം വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് 20,27,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇന്ന് സിനിമ 25 കോടിയിലേക്ക് എത്തുകയാണ്. മികച്ച ഒരു തുടക്കം എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും നെഗറ്റീവ് വന്നിട്ടും കളക്ഷൻ്റെ കാര്യത്തിൽ മികവ് പുലർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ എങ്ങനെയൊന്ന് നോക്കാം. ഇന്ന് 1151 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 75,000-ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് സിനിമയ്ക്ക് കയറിയിരിക്കുകയാണ്. 1,30,00,000 രൂപ ട്രാക്ഡ് കളക്ഷനിലൂടെ തന്നെ വരികയാണ്. ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടി നേടുന്ന ചിത്രം ഇന്നത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,70,00,000 രൂപയോളമാണ്. ഇന്നലെ സിനിമയ്ക്ക് 2,19,00,000 രൂപയായിരുന്നു ട്രാക്കിംഗ് കളക്ഷൻ വന്നതെങ്കിൽ ആദ്യ ദിനം 4,76,00,000 രൂപയായിരുന്നു. കളക്ഷൻ കുറവാണ് എന്നുള്ളത് ഉറപ്പാണെങ്കിൽ പോലും അതിന് മികച്ച രീതിയിൽ തന്നെ തുടരാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഹെവി നെഗറ്റീവാണ് സിനിമയെക്കുറിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ പൃഥ്വിരാജും മോഹൻലാലും ഒന്നിച്ചു ചേർന്ന ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ കളക്ഷൻ മികച്ച് തന്നെ മുന്നോട്ട് പോവുക തന്നെയാണ്. ഓണം സീസൺ കഴിയുമ്പോൾ സിനിമ 40 കോടി, 45, 50 കോടി വരെ എത്താനുള്ള ചാൻസുകൾ ഏറെയാണ്. ഒരു ഹെവി എക്സ്ട്രാ പോസിറ്റീവ് വന്നിരുന്നുവെങ്കിൽ നമ്മൾ ഒരു 200 കോടിക്ക് മുകളിൽ പ്രതീക്ഷിച്ച സിനിമയായിരുന്നു. സിനിമയാകുമ്പോൾ അങ്ങനെയാണ്. ഒരു വർഷം വിജയിക്കുന്നത് 5 അല്ലെങ്കിൽ 7, 10 സിനിമകൾ മാത്രമാണ്. 300, 200 തൊട്ട് 300-നിടയിൽ വരുന്ന സിനിമകളിൽ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമ മികച്ച രീതിയിൽ കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു.